ഈ കുഞ്ഞിന് ഈ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റി നേരത്തെ അറിയാമോ? നേരത്തെ അറിയാന്ന് വെച്ചാല് കൃഷ്ണ ഭഗവാനായിട്ട് മുൻ മെഡിറ്റേഷൻ കൂടുതലും കാണാം. അപ്പൊ കൃഷ്ണ ഭഗവാനും പിന്നെ ശിവഭഗവാനും ഹനുമാൻ സ്വാമി ഗണപതി ഇവര് എപ്പോഴും കളിക്കും, ഫുട്ബോൾ കളിക്കും. ഇവിടെയാണ് ഞങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാം. അപ്പൊ ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് മോൻ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആദ്യം ഇരുന്നത്. അപ്പൊ മോൻ കളിക്കും, ഫുട്ബോൾ കളിക്കും, ഷട്ടിൽ ബാറ്റ് കളിക്കും, ക്രിക്കറ്റ് കളിക്കും. ആരുടെ കൂടെ കളിക്കുക? ഇല്ല, സത്യമാണ്. അത് മോന്റെ ആ ഇതില് കാണുന്നതാ. അപ്പൊ സത്യം തന്നെയാണ്. അപ്പൊ അങ്ങനെ മോൻ നമ്മൾ കാണുമ്പോൾ തനി കളിക്കുക. അപ്പൊ എന്റെ കോൺസെൻട്രേഷൻ പോയി. അപ്പൊ ഞാൻ എന്നിട്ട് അത് കയറാന്ന് വെച്ചാൽ മോന്റെ ഇതെല്ലാം കണ്ടോണ്ടേയിരിക്കാം. അപ്പൊ മോന്റെ കാല് മൊത്തം അഴുക്കായി. ഇന്ന് മഴയെല്ലാം ഉണ്ടായിരുന്നു, മഴയത്തൊക്കെ കളിക്കുന്നത്. അപ്പൊ മോൻ അഴുക്കായിട്ട് ഭഗവാൻ കൂട്ടി കൊണ്ടുപോയി, മുല്ലപ്പെരിയാർ ഡാമിൽ കൊണ്ടുപോയിട്ട് അവിടെ പോയിട്ട് കാലൊക്കെ കഴുകിയിട്ട് അങ്ങനെ വന്നു. അപ്പൊ ഇത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ സ്വപ്നത്തിൽ കാണുന്ന പോലെ കാണുന്നതല്ലേ? അല്ല, മോൻ യഥാർത്ഥത്തിൽ ഫീൽ ചെയ്യാൻ പറ്റുമോ? മോൻ മെഡിറ്റേഷൻ കൃഷ്ണഭഗവാൻ കൊണ്ടായിട്ട് മുല്ലപ്പെരിയാർ ഡാമിൽ ചോദിച്ചു, ഇത് കണ്ടില്ലേ മറ്റേ ഫോണിന്റെ സ്ക്രാച്ച് വരില്ലേ, അതുപോലെ വില്ലലൊക്കെ വന്നിട്ടിരിക്കും. അപ്പൊ 200 ദിവസത്തിനുള്ളിൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. 100 ദിവസത്തിനുള്ളിൽ പൊട്ടാൻ ചാൻസ് ഉണ്ടാവില്ല. 200 ദിവസത്തിനുള്ളിൽ പൊട്ടും എന്ന് പറഞ്ഞു കൃഷ്ണഭഗവാൻ കണ്ടോ മുല്ലപ്പെരിയാർ? ഭഗവാൻ തന്നെ കാണിച്ചു കൊടുത്തതാ നേരത്തെ. അപ്പോൾ മോന്റെ 3ാമത്തെ മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഇതിനു മുമ്പ് 2ാമത്തെ മെഡിറ്റേഷനിൽ ഇവരിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അഴുക്കൊക്കെ ആയിട്ട് ഭഗവാന്റെ ഒരു മൈലിൽ കയറിയിട്ട് ഇവർ പോയി അവിടെ നിന്ന് കാലെല്ലാം കഴുകിയിട്ട് വന്നു.